പലതരത്തിലുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസ് ഉള്ള ആ ഗ്രൂപ്പുകൾ തമ്മിൽ ശക്തമായ പോരുള്ള ഒരു ഘടകമാണ് കേരളത്തിലെ BJP ഘടകം എന്നുള്ളതിൽ ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അത് ഉണ്ടാക്കിയ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ശക്തമായ ആ BJP ഘടകത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റുക എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിനെ പോലൊരാൾക്ക് എത്രത്തോളം സാധ്യമാകുന്നൊരു കാര്യമാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അത് ഇതൊരു ഒരു പാർട്ടി സംഘടനയെ കൊണ്ടുനടക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ ടാസ്ക് അല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു പക്ഷേ നിലവിലുള്ള ലീഡർഷിപ്പിലെ പല ആളുകളുമായിട്ടും അദ്ദേഹത്തിന് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ മുഷിഞ്ഞ് പെരുമാറേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില ആളുകളെ മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ലീഡർഷിപ്പിലേക്ക് പുതിയൊരു നേതൃനിരയെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെയുള്ളൊരു ഫ്രീഡം ഉണ്ടാവും. ആ ഫ്രീഡത്തോടു കൂടിയാണ് ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ കരുതണോ? തീർച്ചയായിട്ടും അതായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള പരമ്പരാഗതമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് പുറത്ത് അവരെ പൂർണ്ണമായിട്ടും കൺസോൾട്ടേറ്റ് ചെയ്യും. അതിനപ്പുറത്ത് പുതിയ വോട്ടുകൾ തേടാനും ഒക്കെയുള്ള ഒരു 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 അഴിവോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയോ രാജീവ് ചന്ദ്രശേഖരനുണ്ട്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ ആദ്യത്തെ വെല്ലുവിളി രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹം ഈ രാഷ്ട്രീയ സംഘടനയ്ക്കുള്ളിലെ കാര്യങ്ങളൊന്നും പഠിച്ച് വളർന്ന ഒരാളല്ല. അദ്ദേഹം ഈ രാജ്യസഭയിലേക്കും ഒക്കെ വന്നത് ഈ മുകളിൽ നിന്ന് താഴോട്ട് വന്ന ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സൈറ്റ് ആയിട്ടുള്ള ഈ പാർട്ടി സംഘടന എന്നുള്ളതിൽ അത് ജാതിയുണ്ട്, മതമുണ്ട്, പ്രദേശമുണ്ട്, അതില് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എന്ന പോലെ ഈ തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ വാസ്തവത്തിൽ അഭിമുഖീകരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് ഈ സംഘടനയെ നയിച്ചോ സംഘടനയെ ഭരിച്ചോ അനുഭവമുള്ള ആളല്ല. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് അടിസ്ഥാനപരമായി അദ്ദേഹം ഒന്നുകിൽ ഒരു ടെക്നോക്രാറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലീഡറാണ്. ഇത് രണ്ടിന്റെയും ആ ഒരു എന്താ പറയാ ആ കളിക്കളമേ അല്ല ഈ സംഘടനയ്ക്കുള്ളിലുള്ളത്. അപ്പൊ അവിടെ അത് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. ഓൾറെഡി ഇപ്പോൾ തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നഹരിതമായിട്ടുള്ള ഒരു സംഘടനയാണ്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു പക്ഷെ മറ്റാർക്കെങ്കിലും കഴിയുന്നതിനപ്പുറത്ത് ഒരു ശ്രമം നടത്താനുള്ള കഴിയുന്നത് എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പുകളുമായിട്ടും ഈ ഇവിടുത്തെയുള്ള ചേരികളുമായിട്ടൊന്നും പ്രത്യക്ഷമായ അല്ലെങ്കിൽ വളരെ ഉറച്ച തരത്തിലുള്ള ബന്ധമൊന്നുമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളെ ഏറെക്കുറെ ഒബ്ജക്റ്റീവായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് ഫസ്റ്റ് സ്റ്റെപ്പ് അദ്ദേഹത്തിന് അനുകൂലമാണ്. പക്ഷെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഉയർന്നു വരുന്ന പുതിയ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അധികാരത്തിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ പുതിയ അധികാരത്തിലേക്ക് പുതിയ വ്യക്തികൾ വന്നേക്കാം. ആ വ്യക്തികൾ കേരളം നമുക്കറിയാവുന്നതാണ്, ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. ജാതിമത ഘടക മതമില്ല BJPക്ക്, ഒരു മതം മാത്രമേ ഉള്ളൂടെ. ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ലിംഗപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സംഘവുമായിട്ടോ ഒരു വിഭാഗവുമായിട്ടോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നേതാക്കളെക്കാട്ടിലും ഒരു പരിധി വരെ ഇദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റിയുടെ എലമെന്റ് വാസ്തവത്തിലും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതൊരു വളരെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാവും ആ സംഘടനയ്ക്കുള്ളിലുള്ള പ്രവർത്തനം. അദ്ദേഹത്തിന് ഈ കേരള മലയാളിയാണെന്ന് പറയാം എന്നല്ലാതെ കേരളീയമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സംഘടനാപരമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ജാതി മുതലായ പ്രശ്നങ്ങളുടെ നമുക്കിവിടെ അവാന്തര വിഭാഗങ്ങൾ പോലും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വാസ്തവത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അദ്ദേഹം ഈ 2006 മറ്റുമാണെന്ന് തോന്നുന്നു ആദ്യത്തെ അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ സമയത്ത് നാമനിർദ്ദേശ പത്രിക ഒപ്പിടാൻ സമയത്താണ് അദ്ദേഹം തന്റെ കാസ്റ്റ് എന്താണെന്ന് മനസ്സിലാവാത്ത ഉടനെ അമ്മയെ വിളിച്ച് നമ്മൾ ഏതാണ് കാസ്റ്റ് എന്ന് ചോദിച്ചു എന്നാണ് ഒരു കഥ. അപ്പൊ അത് ശരിയാണ്. കാരണം കേരളത്തിന് പുറത്തു വളർന്ന ഒരാളായതുകൊണ്ട് ഈ കേരളീയമായിട്ടുള്ള ജാതി വ്യത്യാസങ്ങളും മറ്റും നിറഞ്ഞ ഒരു അന്തരീക്ഷമോ സാംസ്കാരിക അന്തരീക്ഷമോ സാമൂഹിക അന്തരീക്ഷത്തിലൊന്നും അതിനർത്ഥം അദ്ദേഹം അതിലൊക്കെ പരാജയപ്പെടുന്നൊന്നുമല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അപരിചിതത്വം ഈ കേരളീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും ആ അപരിചിതത്വം വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു പക്ഷെ ഒരു പരിധിവരെ അത് ശക്തിയാവുമെങ്കിൽ പുറത്ത് അതൊരു വലിയ പരിധിവരെ അദ്ദേഹത്തിന് ദൗർബല്യവും വെല്ലുവിളിയുമായി തീരും എന്നതിനെ പറ്റി സംശയമേ ഇല്ല.